വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ഗാലക്സി ബോട്ടിൽ ആർട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനൊരു ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ട് ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് ഒരു ബേസ് കോട്ടും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 5 കളർ ആക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഡാർക്ക് ബ്ലൂ, ലൈറ്റ് ബ്ലൂ, പേർപ്പിള്, വൈറ്റ്, പിന്നെ പേർപ്പിളും വൈറ്റും കൂടെ മിക്സ് ചെയ്തെടുത്ത് ഒരു പിങ്ക് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്, പിന്നെ ബ്ലാക്കും. ഫസ്റ്റ് നമ്മൾ ഡാർക്ക് ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബോട്ടിൽ അവിടെ ഇവിടെയായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പർപ്പിൾ കളറാണ്. ഡാർക്ക് ബ്ലൂ കളറും പർപ്പിൾ കളറുമാണ് ഇതിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ പിങ്ക് കളർ ഉപയോഗിക്കുന്നുണ്ട്. ലൈറ്റ് ബ്ലൂ ഒക്കെ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനെല്ലാം പെയിൻറ്റും അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പെയിൻറ്റിങ് ബ്രഷോ അല്ലെങ്കിൽ ടൂത്ത് ബ്രഷ് ആയാലും മതി. പഴയ ടൂത്ത് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. വൈറ്റ് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ചെറിയ ഡോട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. പെയിൻറ്റ് സ്പ്രേ ചെയ്ത പോലെ ഇങ്ങനെ ഉണ്ടാവും. ചെറിയ ഡോട്ട്സ് ആയിട്ട് കിട്ടും. നമുക്ക് കുറച്ച് ടൈം എടുക്കും, എന്നാലും ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ഡ്രൈ ആയതിന് ശേഷമാണ് നിങ്ങൾ സ്റ്റാർ വരഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ചെറിയ ഡോട്ട്സൊക്കെ നമ്മൾ കൈ തട്ടിയിട്ട് സ്പ്രെഡായി പോവും. അപ്പോൾ ചെറിയ സ്റ്റാറുകൾ വരഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ സ്റ്റാറുകൾ വരഞ്ഞ് അതങ്ങനെ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിൽ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് ഒരു ട്രീയും കൂടെ വരഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇങ്ങനെ ട്രീ വരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ട്രേസ് ചെയ്തെടുത്താൽ മതി. അക്രിലിക് പെയിൻറ്റിന് പകരം നമുക്ക് പെർമനൻറ്റ് മാർക്കർ ഉപയോഗിച്ചും വരഞ്ഞെടുക്കുക. പെർമനൻറ്റ് മാർക്കർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആദ്യം വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പെർമനൻറ്റ് മാർക്കർ ഏത് ബോട്ടിലായാലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ അത് സ്പ്രെഡായിട്ട് പോകും. 0 സൈസ് ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് വരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ സീനറി ബോട്ടിൽ ആർട്ടുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ക്യാൻവാസിൽ ചെയ്തിട്ടുണ്ട്, സ്റ്റോണിൽ ചെയ്തിട്ടുണ്ട്, കല്ലുകളിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് സീനറി വരഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് കണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരണേ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറുള്ളത് ആഴ്ചയിൽ 3 ദിവസമാണ്.
ട്യൂസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ ഇന്ത്യൻ ടൈം 4 PM, UAE ടൈം 2:30 അപ്പോൾ ഞാൻ ആ ബോട്ടിൽ വാർണിഷ് അപ്ലൈ ചെയ്ത് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.